ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സേരമോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അന്ന് അഡ്മിറ്റ് ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഫോളോ അപ്പ് പോലെയാണെന്ന് പോകുന്നത്. ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ. എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ അവർക്കും കൂടെ ഒക്കെ ഒരു അപ്ഡേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങള് റെഡിയായി. 4 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. 4 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 3:30 കഴിഞ്ഞു. ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇച്ചായൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചായൻ നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ എത്ര മണിക്ക് എത്തുമെന്നൊന്നും അറിയില്ല. ഞാൻ വരുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കയറും. ഇപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പനിയൊക്കെ മാറി. സ്നീസിങ് ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ പോട്ടെ, ലേറ്റ് ആവാതെ പോയിട്ടെങ്കിൽ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. ചൂടിനൊക്കെ കുറവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇപ്പം ഞങ്ങൾ ഡോക്ടറിനെ ഓൾറെഡി കണ്ടു കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഡോക്ടറിനെ കാണാൻ പറ്റി. വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പിന്നെ അവിടുത്തെ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ റൂമിലോട്ട് കയറിയപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ സേറമോൾ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ ആളെ ചെക്ക് ചെയ്യാനായിട്ട് കിടത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ തുടങ്ങി. ആദ്യത്തെ ആ ഒരു പേടിയാണെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. പിന്നെ ചുമയും തുമ്മലൊക്കെ ഇങ്ങനെ എന്തായാലും 2 ആഴ്ചത്തേക്ക് ഉണ്ടാവും. അതിന് വേറെ മെഡിസിൻ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. വൈറ്റമിൻ ഉള്ളത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്കും സമാധാനമായത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു എങ്ങനെയുണ്ട്, കൊച്ചിന് മാറിയോന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വ്ളോഗ് പോലെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ സേറമോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അന്വേഷിച്ചവർക്കും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ താങ്ക്സ് കേട്ടോ. കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ.